നമസ്കാരം. നമസ്കാരം സർ, ഒരിക്കൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇൻകുലാം സിന്ദാബാദ് എന്ന് വിളിക്കാത്ത പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം സമരസഹാക്കളുടെ വീരപോരാട്ടം ഇഡിക്കെതിരെ നടന്നത്. ഈ ഇഡിക്കെതിരെ ഈ സമരം ചെയ്യുകയും അവർക്ക് ആക്രമിക്കുകയും അവരെതിരെ ആക്രമിക്കുകയും അവരുടെ ഫയലുകൾ തട്ടിപ്പറിക്കുകയും അവരുടെ വെഹിക്കിളല്ലാത്ത അവർ വന്ന വെഹിക്കിളിനെ തല്ലി തകർക്കുകയും ചെയ്ത ഈ സമരസഹാക്കളുടെ വിധി എന്താണ് ഇനി, അല്ലെങ്കിൽ അവരുടെ ഗതി എന്താണ്? ഈ സമരസഹാക്കൾ കേരളത്തിനൊരു മോഡലായിട്ട് മാറും. അതായത് CPM-ൻ്റെ ഇത്തരം അക്രമാസക്തമായ അണികൾക്ക് ഒരു മാതൃകയായിട്ട് ഈ സമരസഹാക്കൾ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൻ്റെ കാരണം എന്തറിയാം, ഇത്തരം ഒരു വിഡ്ഢിത്തത്തിലേക്ക് ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിട്ടില്ല. അപ്പോൾ സഹാക്കളുടെ ആത്മവീര്യം നിലനിർത്താൻ വേണ്ടിയാണ് ബേബി പോയി അറസ്റ്റ് വരിച്ചത്. ബേബി അറസ്റ്റ് വരിച്ച് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനി അറസ്റ്റ് വരിച്ച് പോയ പോലാണ്. എന്തിനാണ് അറസ്റ്റ് വരിച്ചത്? വീണ തായ്ക്കണ്ടിക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു സെർച്ച് വീട് പരിശോധിച്ചു. അതിനുവേണ്ടിയല്ലേ അറസ്റ്റ് വരിച്ച് പോയത്. MA ബേബി തൊട്ട് ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ള പാർട്ടി സഖാക്കൾ ഇതിനെ സമീപിക്കുന്നത് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇവരൊക്കെ ഏത് വിഡ്ഢിയുടെ ലോകത്താണ് ജീവിക്കുന്നതെന്ന്. ഇവർ ഈ പ്രസ്ഥാനം പൊളിച്ചെടുക്കാൻ ഇറങ്ങിയിരിക്കുന്നവരാണോ എന്ന് നമ്മൾ സംശയിച്ചാലും തെറ്റൊന്നുമില്ല. കാരണം അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ എന്നോട് ചോദിച്ചത് ഇതിൻ്റെ വിധി എന്താണെന്നല്ലേ, സമരസഹാക്കളുടെ വിധി. സമരസഹാക്കൾ ഇതിനുവേണ്ടി, അതായത് ഇന്ന് വരെ മുദ്രാവാക്യം വിളിക്കാത്ത, അല്ലെങ്കിൽ ഇന്ന് വരെ കമ്മ്യൂണിസം എന്താണെന്നറിയാത്ത ഒരു വീണ എന്ന് പറഞ്ഞ അവരുടെ, അല്ലെങ്കിൽ എക്സ്ലോജിക് എന്ന് പറഞ്ഞ ഒരു ടിപ്പ് കമ്പനി എന്ന് ഞാൻ പറയില്ല, ഒരു കമ്പനി ഉണ്ടാക്കി അതിലൂടെ പൈസ തിരിമറി ചെയ്യുകയും പൈസ കൈമാറ്റം ചെയ്യുകയും ചെയ്യപ്പെട്ട, അത് രാജ്യദ്രോഹത്തിനാണോ അല്ലയോ ഒന്നും നമുക്കറിയില്ല, എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതും അറിയില്ല, നാട്ടിന് നല്ലതിനാണോ എന്നും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ സമരസഹാക്കൾ, അതായത് വർഷങ്ങളോളം അല്ലെങ്കിൽ ജീവിതത്തിൽ ജനിച്ചിറങ്ങിയപ്പോൾ തൊട്ട് സഹാവിൻ്റെ വീര്യത്തോടു കൂടി, അല്ലെങ്കിൽ ചുവപ്പാണ് ലോകം എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുന്ന സമരസഹാക്കൾ ഇവർ ഇതിനു വേണ്ടി പല ED പോലെയുള്ള ഇത്രയും ഉന്നത ഉദ്യോഗസ്ഥരെ തകർക്കുകയും അവരുടെ വണ്ടി ഇതാവുകയും ചെയ്തു. അത് എന്തിനാണ്, ഇവരുടെ വിധി എന്താണെന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അല്ല, അവരുടെ വിധിയെക്കുറിച്ച് പറഞ്ഞാലേ, ഇതിൻ്റെ പിന്നിലൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്, ഞാൻ സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം ഇത്രയും ഒരു ജനക്കൂട്ടത്തോടെ വരിക, അവർ അക്രമാസക്തരാകുക, അവർക്ക് ആവശ്യമുള്ള കല്ലോ വടിയോ ഒക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മളിന്ന് ദൃശ്യമാധ്യമങ്ങളുടെ യുഗത്തിലല്ലേ ജീവിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇവിടെ സംഭവിച്ചൊരു പ്രശ്നം വെച്ചാൽ, ദൃശ്യമാധ്യമങ്ങളുടെ സാന്നിധ്യം രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, അവിടെ നടക്കുന്ന യഥാർത്ഥ ചിത്രം നമുക്ക് കിട്ടുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ്. മറ്റൊന്ന്, യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പോലീസിനെ സഹായിക്കുന്നതും ദൃശ്യമാധ്യമങ്ങളിലെ ചിത്രങ്ങളാണ്. ഇത് ഇഷ്ടിക കൊണ്ടടിക്കുന്നവൻ, വടി കൊണ്ടടിക്കുന്നവർ, ഇവരെയൊക്കെ കൃത്യം പോലീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അവരെ ഇനി അറസ്റ്റ് ചെയ്താൽ മതി. ഈ അറസ്റ്റ് വരിച്ച് ജയിലിൽ പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാതൃകയാക്കേണ്ട ഒരാളുണ്ട്. അത് ഈ സന്ദേശ് ഖാലിയെ അടക്കി ഭരിച്ചൊരു TMC നേതാവ് ഉണ്ടായിരുന്നു, ജഹാംഗീർ ഷെയ്ഖ്. ഏതെങ്കിലും വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്താൽ പരാതി കൊടുക്കാൻ ആ വീട്ടുകാർ മുതിരുമായിരുന്നില്ല. അത്ര ക്രൂരനും ഏകാധിപതിയും ഒക്കെ ആയ ഒരുത്തനായിരുന്നു. അയാളെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതാ ബാനർജിയാണ്. മമത അധികാരം നിലനിർത്താൻ ഏത് അധാർമിക പ്രവൃത്തിയും ചെയ്യുന്നൊരു സ്ത്രീയാണ്. അവരാണ് അയാളെ നിലനിർത്തിയിരുന്നത്. അവിടെ റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാനായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്നു. ഇവിടെ വീട് റെയ്ഡ് ചെയ്തു. ആ വീട് റെയ്ഡ് ചെയ്ത് മിനിറ്റുകൾക്കകം വളഞ്ഞു എന്ന് മാത്രമല്ല, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരെ ക്രൂരമായി മർദ്ദിച്ചു. ചിലർക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റു. എന്താ അവസാനം സംഭവിച്ചത്? ഈ വിഷയം കോടതിയിലേക്ക് വന്നു. അപ്പോൾ ബംഗാൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നായിരുന്നു മമതയുടെ നിലപാട്. അവസാനം കേസ് കോടതി വന്നു. കോടതി പറഞ്ഞു CBI അന്വേഷിക്കാൻ പറഞ്ഞു. ജഹാംഗീർ ഷെയ്ഖിനെ മിനിറ്റുകൾക്കകം തൂക്കിയെടുത്തു. അയാളുടെ അനിയന് അലംഗീറിനെയും അറസ്റ്റ് ചെയ്തു. ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്തവർക്കൊക്കെ CBIയുടെ കസ്റ്റഡിയിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അവർ ജയിലിലേക്കും പോയി എന്ന് മാത്രമല്ല, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ കേസ് അവിടെ പോയി അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഭരണകൂടം അങ്ങനെയാണ്, പോലീസ് അവരുടെ കൂടെയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഈ കേസ് തന്നെ ഡൽഹി ഹൈക്കോടതിയിലേക്ക് മാറ്റി. അതുതന്നെയാണ് ഇനി ഇവിടെ വരാൻ പോകുന്നത്. 2024 ഇവിടെ സന്ദേശ് ഖാലിയിൽ ഷാജഹാൻ ഷെയ്ഖിനും അനുയായികൾക്കുമുണ്ടായ അതേ വിധി തന്നെയാണ് ഇവരെയും കാത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേസ് നേരെ ഇവിടുന്ന് പോകും. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ
ബാംഗ്ലൂരിലേക്ക് പോകും, അതല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോകും. അത് ED ആവശ്യപ്പെടുന്ന അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്യും. അല്ല, ഈ കേസ് പോയിട്ട് ഇതിൽ ആരെ അറസ്റ്റ് ചെയ്യും? എത്ര പേര് അറസ്റ്റ് ചെയ്യും? 300 പേരെ കണ്ടാലറിയാവുന്ന പ്രതിയില്ലേ? ഓക്കെ, 300 പേരെ അറസ്റ്റ് ചെയ്യും. അല്ല, ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഈ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത കുറേ ആൾക്കാരുണ്ട്, പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാത്ത അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ മൊത്തം ആളുകൾ ഇത് പാർട്ടി മെമ്പർഷിപ്പിന് വേണ്ടി വന്ന് സമരം ചെയ്താണെന്നും അറിയില്ലായിട്ടുള്ളൂ. പക്ഷേ ഇത്രയും ആൾക്കാർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തവനും എടുക്കാത്തവനും ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടാകുമോ? ആരുടെ കയ്യിൽ നിന്ന്? ഈ മറ്റേ CPM-ൻ്റെ കയ്യിൽ നിന്ന്. CPM-ൻ്റെ ആനുകൂല്യം കിട്ടിയിട്ട് കാര്യം തിരിക്കുന്നു. ഇതിന് സംഭവിക്കാൻ പോണ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യും, അവരെ അവിടെ കൊണ്ടുപോകും. ഏത് ഹൈക്കോടതിയിൽ ചെന്നാലും, അപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഇത് പോയി. അപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഇത് പോകേണ്ടത് ആവശ്യമാണ്. വേറെ സ്റ്റേറ്റിലേക്ക് അത് പോകണം. അതല്ലെങ്കിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും ശരി, ബാംഗ്ലൂർ ഹൈക്കോടതിയിലേക്ക് പോയാലും ദില്ലി ഹൈക്കോടതിയിലേക്കും സ്വാഭാവികമായും ഞാൻ സാധ്യത കാണുന്നത് ദില്ലി ഹൈക്കോടതിയിലേക്ക് പോകാനാണ്. ദില്ലി ഹൈക്കോടതി ചെന്നാൽ ആദ്യം തന്നെ അവരെ റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്ത് എങ്ങോട്ട് അയക്കുന്നത്? കണ്ണൂർ ജയിലിലോട്ടല്ല. അവിടെ വെള്ളം അടിക്കാനും കഞ്ചാവ് ഇരിക്കാനൊക്കെയുള്ള സർവ്വസജ്ജമായ ബാർ അറ്റാച്ച്ഡ് ജയിലാണ് കണ്ണൂർ. അവിടേക്കല്ല പോകുന്നത്. അവർ പോകുന്നത് തിഹാർ ജയിലിലേക്കാണ്. കൊടും കുറ്റവാളികൾ കിടക്കുന്നത്. അവിടുത്തെ ജീവിതം ഭയങ്കര പീഡനമല്ലേ. അപ്പോൾ ഈ 300 പേരെയും തിഹാർ ജയിലിൽ കൊണ്ട് അടയ്ക്കുന്നു. എത്ര പേരെ അറസ്റ്റ് ചെയ്യുന്നു, എത്ര പേരെ പിന്നെ ഇവർ പ്രതിയാക്കുന്നു? 300 പേരെയും പ്രതിയാക്കണമെന്നില്ലല്ലോ. അതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഇന്ന് നമ്മൾ പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. EDയെ ആക്രമിച്ചത് സാമ്പിൾ വെടിക്കെട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ വലിയ വെടിക്കെട്ട് കാത്തിരിക്കുന്നുണ്ടോ? ED അല്ലാതെ വേറെ ആരെയും ഇപ്പോൾ ആക്രമിക്കാൻ അവർക്കുള്ളത്? EDയെ ആക്രമിച്ചത് വെറും സാമ്പിൾ വെടിക്കെട്ടെന്നാണ് പാലക്കാട് CPIയുടെ ജില്ലാ സെക്രട്ടറി, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഒരു ജില്ലാ സെക്രട്ടറിയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ എല്ലാ നേതാക്കളും ഒത്തുചേർന്നുകൊണ്ടുള്ള വലിയൊരു ആക്രമണത്തിന് തയ്യാറാകുന്നു എന്നുള്ളതല്ലേ ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ല, ഇത് ഈ വിവരക്കേടിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ആളുകൾക്കൊന്നുമില്ല. കാരണം പാലക്കാട് ജില്ലാ സെക്രട്ടറിക്ക് എന്തെങ്കിലും പറഞ്ഞു അയാളുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മതി. അല്ല, അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? എന്താ, സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. എവിടെ പങ്കെടുത്തു? പാലക്കാട് പങ്കെടുത്തു. അതിനെന്താണ് അവിടെ സംഘർഷം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത് അയാൾക്ക് അവിടെ പറയാം. കൊച്ചി കൊടങ്ങനെ കൊണ്ട് ചൂട് ചോറ് ഭരിക്കുന്നതിന് എന്താ പ്രശ്നം? രതീഷിനറിയാമോ? പുന്നപ്പുറ വയലാറിലെ നിരപരാധിയായ ആളുകളെ കൊണ്ടുപോയി പോലീസിന് മുന്നേ നിർത്തിയപ്പോൾ അന്നത്തെ സമരസഖാക്കൾ കുഞ്ഞുപുലികളൊന്നുമല്ല. VS അച്യുതാനന്ദന്, CK കുമാരപ്പണിക്കർ, പിന്നെ അതുപോലെ തന്നെ TV തോമസ്, EMS പോലും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു പഠിപ്പിച്ചത് നിങ്ങൾ വിഷമിക്കേണ്ട, മുതിരയാണ്, നിങ്ങളെ വിരട്ടാൻ മുതിരയാണ് ഈ തോക്കിനകത്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എഴഞ്ഞെഴഞ്ഞ് ചെന്ന് ഈ വാരിക്കുന്തം കൊണ്ട് പട്ടാളക്കാരെ കുത്തിക്കൊന്നാൽ മതി. ഈ പാവങ്ങൾ അത് കേട്ടുകൊണ്ട് പോയി. എത്ര പേര്? 10,000-2,000 പേര് മരിച്ചുപോയി. അറിയാമോ? 2,000 പേരിനടുത്ത് പിന്നെ അനൗദ്യോഗിക കണക്കനുസരിച്ച് പുന്നപ്പുറ വയലാറിൽ മരിച്ചു. കേരളത്തിൽ വലിയ സംഭവിച്ചു. ഇനി വലിയ ചൂടുകാടെന്നൊരു സ്ഥലമുണ്ട്. അവിടെ മരിച്ച ആളുകളുടെ രക്തസാക്ഷി മണ്ഡപമാണ്. അവിടെ പോയി നോക്കിക്കോളൂ. ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു CPM നേതാവിൻ്റെ പേരവിടെ എഴുതി വെച്ചിട്ടില്ല. ഒരു CPM നേതാവിൻ്റെ പേരെഴുതി വെച്ചിട്ടില്ല. ഇനി മറ്റൊന്ന് ഞാൻ രതീഷിനോട് ചോദിക്കട്ടെ. ഇവിടെ സമരം ചെയ്യാൻ പോയ ചെറുപ്പക്കാരില്ലേ, ആ കൂട്ടത്തിൽ CPM-ൻ്റെ നേതാക്കന്മാർ, തിരുവനന്തപുരം ജില്ലയിലെ CPM നേതാക്കന്മാരുടെ ആരുടെയെങ്കിലും മക്കളുണ്ടോ? ആരുടെയെങ്കിലും ബന്ധുക്കളുണ്ടോ? ആലോചിച്ച് നോക്കൂ. അവരൊക്കെ പിന്നെ ഒന്നുകിൽ നല്ല കമ്പനികളിൽ ജോലി ചെയ്യുന്നു, ഈ സംഘർഷം ഉണ്ടാക്കാൻ പോകുന്നത് EDയെ തടയാൻ പോയത് ഒരു നേതാവിൻ്റെയും മക്കളില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പാവപ്പെട്ട ചെറുപ്പക്കാരെ കുരുതി കൊടുക്കുകയാണ്. ഇനി ഇവർക്ക് പാസ്പോർട്ട് കിട്ടാൻ പ്രയാസമാണ്. ജയിലിൽ പോയാൽ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പ്രയാസമാണ്. ആകെപ്പാടെ CPM-ന് എന്ത് ചെയ്യാൻ പറ്റും? കേസ് നടത്താൻ പണം കൊടുക്കാം. ഇവരുടെ വീട്ടിലേക്കും അത്യാവശ്യം ചിലവിന് കൊടുക്കാം. എത്ര കാലം ഇവർ വീടിന് ചിലവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർ ഗൾഫ് രാജ്യത്തേക്ക് പോയിരിക്കുകയല്ല, തിഹാർ ജയിലിലേക്കാണ് പോയിരിക്കുന്നത്. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന പോലീസിന് ലിസ്റ്റ് കൊടുക്കുന്ന ആളുകളെ മുഴുവൻ അവർ അറസ്റ്റ് ചെയ്യും. അന്ന് ഏത് പാർട്ടി ഓഫീസിലിരുന്നാലും അവർ അറസ്റ്റ് ചെയ്യും, കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ നരകം എന്ന് പറയുന്നത് തിഹാർ ജയിലാണ്. ആ തിഹാർ ജയിലിൽ കിടന്നാണ് നമ്മുടെ രാജംപിള്ള, ബിസ്ക്കറ്റ് രാജാവ്, കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ, ലോകത്തിലെ സമ്പന്നന്മാരിൽ ഒരാളായിട്ട് വളർന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യന് അദ്ദേഹത്തിന് ക്രൂരമായ പീഡനമേറ്റാണ് അവിടെ കിടന്ന് മരിച്ചത്. ആലോചിച്ച് നോക്കണം. ആ നരകത്തിലേക്കാണ് ഇവരുടെ യാത്ര. ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം, ഈ കേസിൽ പിടിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഡിജിറ്റൽ എവിഡൻസ് അവരുടെ പേരിൽ നിൽക്കുകയാണ്. ഈ കാറ് തല്ലിപ്പൊട്ടിക്കുന്ന ആളിൻ്റെ, കല്ലെറിയുന്ന ആളിൻ്റെ, അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഈ തെളിവുകളുമായിട്ടല്ലേ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ ഇവർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരിക്കൽ ഈ അബ്ദുൽ നാസർ മദിനിയെ ജാമ്യം കൊടുത്ത് പിന്നെ ബാംഗ്ലൂർ ഹൈക്കോടതി അദ്ദേഹം കേരളത്തിൽ വന്ന് അദ്ദേഹം ജാമ്യം കാലാവധി കഴിഞ്ഞിട്ട് തിരികെ പോകുന്നില്ല. അറസ്റ്റ് ചെയ്യാനായിട്ട് ബാംഗ്ലൂർ പോലീസ് വന്ന് കേരളത്തിലെ പോലീസ് സഹായിക്കുകയും ചെയ്തു.
അവരദ്ദേഹത്തിൻ്റെ വീട്ടിൽ അറസ്റ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട് വളഞ്ഞു. അന്ന് ഹർഷിത അട്ടല്ലൂരി എന്ന് പറയുന്ന ഒരു ധീരയായ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ മാറിയില്ല, വെടിവെച്ച് ഒന്നിച്ചാലും കൊണ്ടുപോകും, ഇയാളെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്ന് കൊണ്ടുപോയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തൊരു ഉന്നതനായ നേതാവ് ഈ പോലീസ് വാനിൽ കയറി, പിന്നെ അദ്ദേഹത്തിന് സീറ്റും സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ കയറി. അവർ ആ പോലീസ് കോൺസ്റ്റബിളിനോട് അവനെ പിടിച്ച് വെളിയിൽ കളയാൻ പറഞ്ഞു. തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു. എന്നിട്ട് അത് കയറിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ കൊണ്ട് കൊടുത്തു. പിന്നെ ഈ അപേക്ഷ വന്നപ്പോൾ പോലീസ് എന്ന പ്രോസിക്യൂഷൻ എടുത്തൊരു നിലപാടുണ്ട്. കോടതി ജാമ്യം കൊടുത്തു വിട്ടാൽ ഈ പ്രതിയെ അറസ്റ്റ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. വിഷ്വൽ കാണിച്ചു. അതുകൊണ്ടാണ് ജാമ്യം പോലും കിട്ടാതെ മദനിക്ക് അവിടെ കിടക്കേണ്ടി വന്നത്. അപ്പം മദനിക്ക് പോലും ജാമ്യം കിട്ടാതെ കിടന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വിഷ്വൽ എവിഡൻസ് ആയിരുന്നുവെങ്കിൽ ഈ കേസിൽ ഈ ചെറുപ്പക്കാരുടെ ജീവിതം ഏതാണ്ട് തുലഞ്ഞൊന്ന് തീരുമാനിച്ചാൽ മതി. അവർ വളരെയധികം പീഡനം അനുഭവിക്കാൻ പോവുകയാണ്. പാർട്ടി നേതാക്കന്മാർക്ക് സുഖമായിട്ട് അവരവരുടെ വീടുകളിൽ കിടന്നുറങ്ങാം. അവരുടെ ആരുടെയും ബന്ധുക്കൾ ഈ ലിസ്റ്റിലില്ല. അപ്പോൾ ഇത്തരം സമരങ്ങൾക്ക് ഇറങ്ങുന്നവർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് സ്വന്തം ജീവിതം തുലച്ചാൽ സഹതപിക്കാൻ പോലും ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ശരി, ഈ ചെറുപ്പക്കാരുടെ ഈ അനുഭവിക്കാൻ പോകുന്ന യാതന സമരോത്സുകരായിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവർക്ക് നല്ലൊരു പാഠമായിരിക്കും. അതുകൊണ്ട് അവരത് കണ്ടു പഠിക്കട്ടെ. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം കൂടെ ഓർമ്മ വന്നു. SFIയും KSUവും കൂടെ സമരം ചെയ്തു. സമരം ചെയ്തപ്പോൾ ഒരു നേതാവിൻ്റെ 2 കൈയും പോലീസ് ലാത്തി ചാർജിൽ ഒടിഞ്ഞു പോയി. ഒരു പയ്യൻ്റെ കൊച്ചു പയ്യനല്ലേ, അവൻ്റെ കൈയൊക്കെ ഒടിയുന്ന കഷ്ടമാണ്. പക്ഷേ അത് അവനല്ലേ അനുഭവിക്കാനൊക്കൂ. കുടുംബവും അവന് കുടുംബമല്ലേ അനുഭവിക്കാനൊക്കൂ. 2 കൈ ഇല്ലാതെ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ആക്രമണത്തിന് ഇരയായിട്ടുള്ള സമരസഖാക്കൾ അവർ സ്വാഭാവികമായിട്ടും അവർക്കും അവരുടെ കുടുംബത്തിനുമാണ് നഷ്ടം, അല്ലാതെ സമര നേതാക്കൾക്കൊന്നുമല്ല. സ്വാഭാവികമായിട്ടും അവർ തിഹാർ ജയിലിലേക്ക് പോകുമോ ഇല്ല, എന്തായാലും ജയിലിലേക്ക് പോകുന്നുള്ളത് തീരുമാനം ഉറപ്പാണ്. അതിൽ മുഖ്യപ്രതികളായിട്ടുള്ള 300 പേരെയാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മിനിമം 100 പേരെങ്കിലും ആദ്യം തന്നെ കൊണ്ടുപോകും. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കേസും ഡൽഹിയിലായിരിക്കും നടക്കുക, അല്ലെങ്കിൽ ബാംഗ്ലൂരായിരിക്കും. എന്തായാലും നമ്മളിതെല്ലാം കാത്തിരുന്ന് കാണും. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.